ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനൊക്കെ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ യൂസ്ഫുൾ ആകണമെന്നുണ്ടെന്ന് തോന്നണമെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും ആവുന്ന ഒരു ഐറ്റം ഈ ഒരു സ്വീറ്റ് കോണ്. അപ്പോൾ ഈ ഒരു ചോളത്തിന്റെ ഈ ഒരു അല്ലികളൊക്കെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വശം വെച്ചിട്ട് ഇതേപോലെ ഫസ്റ്റ് ഒരു ലെയർ ഇങ്ങനെ ഒന്ന് ആ സ്പൂണിന്റെ ബാക്ക് സൈഡ് ആ ഒരു അല്ലിയുടെ അടിയിലേക്ക് കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അല്ലികളൊക്കെ ഇങ്ങനെ റിമൂവ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേമാതിരി കൊടുത്തിട്ട് കൈ വെച്ച് ഇപ്പുറത്തേക്കൊന്ന് ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മൾ സ്പൂൺ വേണമെന്നില്ലാട്ട് ഇതിന് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്വീറ്റ് കോണിൻ്റെ ഈ ഒരു അല്ലികളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല ഈസിയാണ് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്വീറ്റ് കോണിൻ്റെ ആ ഒരു അല്ലികളൊക്കെ വേർതിരിച്ചെടുക്കുക. ഇനി അപ്പോൾ ഇതൊന്നും അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഇനി നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ ഇപ്പോൾ ചൂടുകാലമൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പൈനാപ്പിളൊക്കെ വാങ്ങിക്കും, ജ്യൂസ് അടിക്കും, അല്ലെങ്കിൽ വെറുതെ തിന്നാനാണെങ്കിലൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ തൊലി കളയാന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേപോലെയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് ഇതേ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പം അതിനായിട്ട് ഇതിപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഞാൻ എല്ലാം ഈ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നൈഫ് വെച്ചിട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ തൊലി ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കുക. നമുക്ക് മുഴുവനായിട്ട് നമ്മൾ തൊലി കളഞ്ഞെടുക്കുന്നതിനേലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേ രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഒരു കറുത്ത പുള്ളി പോലത്തെ ഒരു പോർഷൻ, അതൊന്നും ഞാൻ വല്ലാണ്ട് കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്യൂബ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ തമ്മനയിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഈ ഒരു മാന്തളിൻ്റെ മീനിൻ്റെ ക്ലീൻ ആക്കി എടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊരു 3-4 മീൻ എടുത്തിട്ട് ഒരുമിച്ച് വെക്കാട്ടെ. എന്നിട്ട് കത്രിക വെച്ച് തലയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഓരോന്നിൻ്റെയും തൊലികൾ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു തലയുടെ പോർഷൻ ഒറ്റയടിക്കാണ്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ പെട്ടെന്ന് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു തൊലി ഇങ്ങോട്ട് റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് ചെയ്യുന്നതിനും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് മാന്തൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇവിടെ ഇതിന് മാന്തൾ നങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ അവിടെ തന്നെ എന്താണ് പേരുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റുകൾ മതിയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു മീൻ വെച്ചിട്ട് നല്ല കിടിലൻ ഒരു മാങ്ങയിട്ട് തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ചെറിയുള്ളി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു അരച്ച മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഈ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണോട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചമാങ്ങയാണ്, നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാന്താരി മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ കറിയിലൊക്കെ കാന്താരി മുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ.
എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിള വരുന്ന ടൈമിൽ ഇതേപോലെ തിളച്ച് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒരു മീനും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു മീനായതിൻ്റെ പേരിൽ ഒരുപാട് കുക്ക് ചെയ്യാനൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ വേണം മീൻ കറിക്ക് എപ്പോഴും. എന്നിട്ട് ഇതേപോലെ ഒരു മീനൊക്കെ നന്നായിട്ട് ഒരു ഗ്രേവിയിലേക്ക് ചാറിലേക്ക് മുക്കി വെക്കുക. മീനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണമല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മീനിൽ നല്ല ഉപ്പും എരിവും പുളിയൊക്കെ നല്ല പാകത്തിനായിട്ട് കിട്ടണം. ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കറിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ കുക്കായി നല്ല ഗ്രേവിയൊക്കെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ട് വേണോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രസമായിരിക്കുള്ളൂ കറി കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുളക് പൊടി കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേപോലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയൊക്കെ ചെറുകിയത് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ. അതേപോലെ ചോറിനും വെള്ളയപ്പത്തിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഏത് മീനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടിപ്പ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് കറിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ തേങ്ങാപ്പാൽ ആവശ്യമായിട്ട് വരുമല്ലേ. അപ്പോൾ ഈ തേങ്ങക്കൊക്കെ ഒരുപാട് തേങ്ങ കൊള്ളില്ലാത്ത തേങ്ങയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടൂല. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇപ്പം ഞാൻ ഇത്രയും 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കണത്. അതിൽ ഒരു 1/2 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ നിറയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ഒത്തിരി നല്ല ടിപ്സുകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.